ഒരു കാറിൻ്റെ ചക്രത്തിൻ്റെ വ്യാസം 77 സെൻറ്റിമീറ്ററാണ്. 1000 പ്രാവശ്യം കറങ്ങുമ്പോൾ കാർ എത്ര മീറ്റർ ദൂരം നീങ്ങിയിരിക്കും? ഇവിടെ ഒരു കാറിൻ്റെ ഒരു വീലിൻ്റെ വ്യാസം നൽകിയിട്ടുണ്ട് 77 സെൻറ്റിമീറ്റർ. വ്യാസം അഥവാ ഡയമീറ്ററിനെ നമുക്ക് ഡി കൊണ്ട് സൂചിപ്പിക്കാം. അപ്പോൾ ഡി സമയം 77 സെൻറ്റിമീറ്റർ എന്ന് എടുക്കാം. 1000 തവണ ഈ ചക്രം കറങ്ങുമ്പോൾ കാർ എത്ര മീറ്റർ ദൂരം നീങ്ങിയിരിക്കുമെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ചക്രം ഒരു തവണ കറങ്ങുമ്പോൾ കാർ സഞ്ചരിക്കുന്ന ദൂരം കണ്ടുപിടിക്കാൻ ചക്രത്തിൻ്റെ ചുറ്റളവ് കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ ചക്രം വൃത്താകൃതി ആയതുകൊണ്ട് വൃത്തത്തിൻ്റെ ചുറ്റളവ് കാണാനുള്ള സൂത്രവാക്യം ഉപയോഗിക്കാം. ഓർക്കുക, വൃത്തത്തിൻ്റെ ചുറ്റളവ് കാണാനുള്ള സൂത്രവാക്യം 2πr ആണ്. ഇതിലെ 2r അല്ലെങ്കിൽ ആരത്തിൻ്റെ ഇരട്ടി എന്ന് പറയുന്നത് വ്യാസത്തിന് തുല്യമാണ്. അതുകൊണ്ട് ഈ സൂത്രവാക്യം തന്നെ നമുക്ക് πd എന്ന് എഴുതാം. 2r എന്നുള്ളത് d എന്ന് കൊടുത്തുകൊണ്ട്. അപ്പോൾ ഇവിടെ ഡയമീറ്റർ നൽകിയിരിക്കുന്നു, അതുകൊണ്ട് πd എടുക്കുന്നതാണ് നമുക്ക് ചുറ്റളവ് കാണാൻ സൗകര്യം. അപ്പോൾ πd എത്ര വരും? d 77 ആണ്. പൈയുടെ വാല്യൂം കൂടെ കൊടുക്കണം. പൈക്ക് 22/7 എന്ന് കൊടുക്കുക. 22/7 ഗുണം 77. ഈ വാല്യൂ കൊടുക്കുമ്പോൾ 77നെ 7 കൊണ്ട് ഹരിക്കാം എന്നൊരു ഗുണമുണ്ട്. 77നെ 7 കൊണ്ട് ഹരിച്ചാൽ 11 കിട്ടും. അപ്പോൾ 22 ഗുണം 11 എന്ന് വരും. 22 ഗുണം 11 കാണുക. $242 വരും. അപ്പോൾ 242 ഡി സെൻറ്റിമീറ്ററിലാണ് നൽകിയിരുന്നത്. അപ്പോൾ 242 സെൻറ്റിമീറ്ററാണ് ചുറ്റളവ്. അതായത് നമ്മുടെ ചക്രം ഒരു തവണ കറങ്ങുമ്പോൾ 242 സെൻറ്റിമീറ്റർ ദൂരം സഞ്ചരിക്കും. അപ്പോൾ 1000 തവണ കറങ്ങുമ്പോഴോ? അത് കണ്ടുപിടിക്കാൻ 242 ഗുണം 1000 കാണുക. 3 പൂജ്യം ചേർത്താൽ മതി 1000 കൊണ്ട് ഗുണിക്കാൻ. ഇത്രയും സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് മീറ്ററിലാണ് വേണ്ടത്. അതുകൊണ്ട് ഇതിനെ 100 കൊണ്ട് ഹരിക്കണം. 100 കൊണ്ട് ഹരിക്കാനായിട്ട് 2 പൂജ്യങ്ങൾ ഒഴിവാക്കിയാൽ മതി. അതായത് 2420 മീറ്റർ ദൂരമായിരിക്കും 1000 തവണ കറങ്ങുമ്പോൾ സഞ്ചരിക്കുന്ന ദൂരം. ശരിയുത്തരം ഓപ്ഷൻ എ. ഒരു തുക ഒരു നിശ്ചിത ശതമാനം സാധാരണ പലിശയ്ക്ക് 5 വർഷത്തേക്ക് കൊടുത്തു. 2% കൂടുതൽ പലിശയ്ക്ക് കൊടുത്തിരുന്നു എങ്കിൽ 5000 രൂപ കൂടുതൽ കിട്ടുമായിരുന്നു. എങ്കിൽ നിക്ഷേപ തുക എത്ര? ഇവിടെ ഒരു തുക സാധാരണ പലിശയ്ക്ക് 5 വർഷത്തേക്ക് കൊടുത്തു. പലിശ നിരക്ക് 2% കൂടുതലായിരുന്നെങ്കിൽ 5000 രൂപ കൂടുതൽ കിട്ടുമായിരുന്നു. 5 വർഷം കൂടിയാണ് 5000 രൂപ കൂടുതൽ കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ നിക്ഷേപ തുക എത്രയെന്ന് കണ്ടുപിടിക്കണം. ഓർക്കുക, സാധാരണ പലിശയാണ്. എല്ലാ വർഷവും ഒരേ തുകയാണ് പലിശയായി കിട്ടുക. ഇവിടെ 2% കൂടുതൽ പലിശയ്ക്കാണ് കൊടുത്തിരുന്നതെങ്കിൽ ആദ്യ വർഷം തന്നെ നിക്ഷേപ തുകയുടെ 2% കൂടുതൽ കിട്ടുമായിരുന്നു. രണ്ടാം വർഷവും നിക്ഷേപ തുകയുടെ 2% കൂടുതൽ കിട്ടുമായിരുന്നു. അങ്ങനെ 5 കൊല്ലം കൊണ്ട് നിക്ഷേപ തുകയുടെ എത്ര ശതമാനം കൂടുതൽ കിട്ടുമായിരുന്നു എന്ന് നോക്കുക. ഓരോ വർഷവും 2% കൂടുതൽ കിട്ടും. അപ്പോൾ 5 കൊല്ലം കൊണ്ട് 5 ഗുണം 2% 10% അധികമായി ലഭിക്കുമായിരുന്നു. 5 വർഷം കൊണ്ട് നിക്ഷേപ തുകയുടെ 10% അധികമായി ലഭിക്കുമായിരുന്നു. ഇവിടെ 5000 രൂപ കൂടുതൽ കിട്ടുമായിരുന്നു എന്നാണ് നൽകിയിരിക്കുന്നത്. അതായത് നിക്ഷേപ തുകയുടെ 10% എന്ന് പറയുന്നത് 5000 രൂപയ്ക്ക് തുല്യമാണ്. അപ്പോൾ നിക്ഷേപ തുക കണ്ടുപിടിക്കണം. ഓർക്കുക, 10% എന്ന് പറഞ്ഞാൽ 10-ലൊരു ഭാഗമാണ്. അപ്പോൾ നിക്ഷേപ തുകയുടെ 10-ലൊരു ഭാഗം 5000 ആണ്. നിക്ഷേപ തുക എന്ന് കാണാനായിട്ട് 5000ൻ്റെ 10 ഇരട്ടി എടുത്താൽ മതി. ഒരു പൂജ്യം കൂടെ ചേർത്താൽ മതി 10 കൊണ്ട് ഗുണിക്കാൻ. അതായത് 50000. നിക്ഷേപ തുക 50000 രൂപയാണ്. ശരിയുത്തരം ഓപ്ഷൻ സി. ഒരു സംഖ്യ 12% കണ്ട് കുറച്ചാൽ 1760 കിട്ടുമെങ്കിൽ സംഖ്യ ഏത്? ഇവിടെ ഒരു സംഖ്യയിൽ നിന്നും അതിൻ്റെ 12% കുറച്ച് കഴിഞ്ഞാൽ 1760 കിട്ടും. അങ്ങനെയെങ്കിൽ സംഖ്യ ഏതെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് കണ്ടുപിടിക്കേണ്ട സംഖ്യ നമുക്ക് എക്സ് എന്ന് എടുക്കാം. അങ്ങനെയെങ്കിൽ എക്സിൽ നിന്നും അതിൻ്റെ 12% കുറയ്ക്കുമ്പോൾ 1760 കിട്ടും. അപ്പോൾ 12% കുറച്ചാൽ ബാക്കി എത്ര ശതമാനമാണ് ഉള്ളത്? സംഖ്യ മുഴുവനായി നമ്മൾ 100% എന്നാണ് എടുക്കുന്നത്. 100%ൽ നിന്നും 12% കുറയ്ക്കുക. അപ്പോൾ 88% ബാലൻസ് ഉള്ളത്. അപ്പോൾ എക്സിൻ്റെ 88% 1760. എക്സിൻ്റെ 88%, ഇത് 1760. എക്സിൻ്റെ 88% നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? എക്സ് ഗുണം 100-88 സമം 1760 എന്ന് എഴുതാം. ഇത് സോൾവ് ചെയ്ത് എക്സ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ 100-88നെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോവുക. എക്സ് സമം 1760 ഇൻറ്റു 100-88 റൈറ്റ് സൈഡിൽ ചെല്ലുമ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ എഴുതണം. അതായത് 88ൽ 100 എന്ന് എഴുതണം. നമുക്ക് ഇത് സിംപ്ലിഫൈ ചെയ്യാൻ എളുപ്പമുണ്ട്. 88ൻ്റെ ഇരട്ടിയാണ് 176. അപ്പോൾ 176നെ 88 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 2 കിട്ടും. 1760 ആകുമ്പോൾ 20 വരും. 20 ഗുണം 100 2000. സംഖ്യ 2000 ആണ്. ശരി ഉത്തരം ഓപ്ഷൻ എ. ഒരു ഫർണിച്ചർ തോമസ് 4800 രൂപയ്ക്ക് വാങ്ങി.
അത് പോളിഷ് ചെയ്യാൻ 1200 രൂപ ചിലവായി. അത് 5400 രൂപയ്ക്ക് വിറ്റാൽ അയാളുടെ ലാഭമോ നഷ്ടമോ എത്ര ശതമാനം എന്ന് കണ്ടുപിടിക്കുക. ഇവിടെ തോമസ് ഒരു ഫർണിച്ചർ 4800 രൂപയ്ക്ക് വാങ്ങി. അത് പോളിഷ് ചെയ്യാൻ 1200 രൂപ ചിലവായി. അപ്പോൾ 1200 രൂപയ്ക്ക് അത് പോളിഷ് ചെയ്തു. അങ്ങനെയെങ്കിൽ അത് 5400 രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ അയാൾക്ക് ലാഭമാണോ നഷ്ടമാണോ അത് എത്ര ശതമാനം എന്ന് കണ്ടുപിടിക്കണം. വാങ്ങാനായിട്ട് 4800 മുടക്കി, പോളിഷ് ചെയ്യാൻ 1200 മുടക്കി. അപ്പോൾ ടോട്ടൽ ചിലവ് എത്രയാണ്? 6000 രൂപ. 6000 രൂപയ്ക്ക് ചിലവാക്കിയ സാധനം 5400 രൂപയ്ക്ക് വിൽക്കുന്നു. അപ്പോൾ നഷ്ടമായിരിക്കും ഉണ്ടാവുക. കാരണം 6000-നേക്കാൾ കുറവാണ് 5400. അപ്പോൾ നഷ്ട ശതമാനം കാണണമെങ്കിൽ എത്ര രൂപയാണോ നഷ്ടം എന്ന് ആദ്യം കണ്ടുപിടിക്കണം. 6000 രൂപ അയാൾക്ക് ചിലവായിട്ടുണ്ട്. 5400 രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ നഷ്ടം എത്രയെന്ന് കണ്ടുപിടിക്കാൻ 6000-ൽ നിന്ന് 5400 കുറയ്ക്കുക. അതായത് 600 രൂപയാണ് നഷ്ടം. ഇനി 6000-ൻ്റെ ചിലവായ തുകയുടെ എത്ര ശതമാനമാണ് നഷ്ടമെന്ന് കണ്ടുപിടിച്ചാൽ നഷ്ട ശതമാനം കിട്ടും. 6000-ൽ എത്ര ശതമാനമാണ് 600 എന്ന് കണ്ടുപിടിക്കണം. ഓർക്കുക 10% 600. ഇനി ക്രിയ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. 6000-ൽ 600 ഗുണം 100 കാണുക. പൂജ്യങ്ങൾ ക്യാൻസൽ ചെയ്യാം. 600 ഓരോ പൂജ്യം ക്യാൻസൽ ചെയ്യും. ഇവിടെ 60-നെ 6 കൊണ്ട് ഹരിച്ചാൽ 10 കിട്ടും. അപ്പോൾ 10% നഷ്ടം. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ 10% ഇല്ല. നഷ്ടം 10%. 3 സംഖ്യകളുടെ അനുപാതം 3:4:5 ആണ്. അവയുടെ തുക 60 ആണെങ്കിൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുക എത്ര? ഇവിടെ 3 സംഖ്യകളുടെ അനുപാതം നൽകിയിട്ടുണ്ട് 3:4:5. ഇനി അവയുടെ തുകയാണ് നൽകിയിരിക്കുന്നത്. സംഖ്യകളുടെ അംശബന്ധം 3:4:5 ആയതുകൊണ്ട് നമുക്ക് സംഖ്യകൾ 3x എന്നും 4x എന്നും 5x എന്നും എടുക്കാം. അപ്പോൾ ഇവയുടെ തുക കാണാൻ ഇത് 3 കൂടെ കൂട്ടിയാൽ മതി. 3x-ഉം 4x-ഉം 5x-ഉം കൂടെ കൂട്ടുക. 3x-ഉം 4x-ഉം 7x. 7x-ൻ്റെ കൂടെ 5x കൂട്ടിയാൽ 12x. അപ്പോൾ 12x = 60 എന്ന് എടുക്കുക. 12x 60 ആണെങ്കിൽ x = 60/12, അതായത് 5 വരും. എക്സിൻ്റെ വാല്യൂ 5 കിട്ടിയാൽ നമുക്ക് സംഖ്യകൾ ഏതൊക്കെയെന്ന് കണ്ടുപിടിക്കാം. എക്സിന് 5 എന്ന് കൊടുത്താൽ 3 × 5 15 വരും. ഇവിടെ 4 × 5 20 വരും. 5 × 5 25 വരും. അപ്പോൾ സംഖ്യകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. 15, 20, 25. ഇനി ഈ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുക കാണണം. 15-ൻ്റെ സ്ക്വയർ 225, 20-ൻ്റെ സ്ക്വയർ 400, 25-ൻ്റെ സ്ക്വയർ 625. 3 കൂടെ കൂട്ടുക. 1250 വർഗ്ഗങ്ങളുടെ തുക. ശരി ഉത്തരം ഓപ്ഷൻ എ. 40 / 10 - 4 + 32 / 4 + 10 / 2 - 1 എന്നതിൻ്റെ മൂല്യം എന്താണ്? അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യാം. അതിനുള്ള സൗകര്യത്തിനായിട്ട് താഴോട്ടൊന്ന് എടുത്തെഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഹരണത്തിൻ്റെ ക്രിയ ആദ്യം നടത്തണം. ഇവിടെ ഇത് ചെയ്യാം. അതുപോലെ ഈ ബ്രാക്കറ്റിനുള്ളിലുള്ളതും ആദ്യം ചെയ്യാം. 40-നെ 10 കൊണ്ട് ഹരിച്ചാൽ 4. അപ്പോൾ 4 - 4 + 32 / 4 പ്ലസ് നമുക്ക് 10-നെ 2 കൊണ്ട് ഹരിച്ചാൽ 5. 4 + 5 - 1. അടുത്തായിട്ട് ഈ ബ്രാക്കറ്റിലുള്ളത് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ 4 - 4 + 32 ഭാഗം ഇവിടെ 4ഉം 5ഉം കൂടെ കൂട്ടിയ 9. 9-ൽ നിന്ന് 1 കുറച്ചാൽ 8. ഇനി 32 / 8 കാണുക. 32-നെ 8 കൊണ്ട് ഹരിച്ചാൽ 4. അപ്പോൾ ഇത് 4 - 4 + 4 എന്ന് വരും. 4-ൽ 4 കുറയ്ക്കാം. അപ്പോൾ 0. 0-നോട് 4 കൂട്ടിയ 4. ഉത്തരം 4. ശരി ഉത്തരം ഓപ്ഷൻ എ. 2 സംഖ്യകളുടെ തുക 150-ഉം ഗുണനഫലം 45-ഉം ആണെങ്കിൽ അവയുടെ വിൽക്രമത്തിൻ്റെ തുക എത്രയാണ്? ഇവിടെ 2 സംഖ്യകളുടെ തുകയും ഗുണനഫലവും നൽകിയിട്ടുണ്ട്. ആ സംഖ്യകളുടെ വിൽക്രമങ്ങളുടെ തുക എത്രയെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് ആ സംഖ്യകൾ എ എന്നും ബി എന്നും എടുത്താൽ തുക a + b എന്ന് എഴുതാം. a + b = 150 എന്ന് എടുക്കാം. അതുപോലെ സംഖ്യകളുടെ ഗുണനഫലം അത് എ ബി എന്ന് എഴുതാം. എ ബി = 45 എന്ന് എഴുതാം. ഈ സംഖ്യകൾ എയും ബിയും ആണെങ്കിൽ അവയുടെ വിൽക്രമങ്ങൾ എന്ത് വരും? എയുടെ വിൽക്രമം 1/aയും ബിയുടെ വിൽക്രമം 1/bയുമാണ്. അപ്പോൾ ഇവയുടെ തുകയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സാധാരണ ഭിന്നസംഖ്യകൾ കൂട്ടുന്ന രീതിയിൽ കൂട്ടുക. അതായത് ബി കൊണ്ട് ഇങ്ങോട്ട് ഗുണിക്കുന്നു, എ കൊണ്ട് ഇവിടുത്തെ അംശത്തിനെ ഗുണിക്കുന്നു, പൊതുവായ ഛേദമായിട്ട് എ ബി എഴുതുന്നു. അതായത് ബി കൊണ്ട് ഇവിടെ ഗുണിക്കുമ്പോൾ ബി പ്ലസ് എ കൊണ്ട് ഈ 1-നെ ഗുണിക്കുമ്പോൾ എ ബൈ പൊതുവായ ഛേദം എ ബി. ഇനി ബി പ്ലസ് എയും എ പ്ലസ് ബിയും സെയിം തന്നെയാണ്. അതുകൊണ്ട് എ പ്ലസ് ബിയുടെ വാല്യൂ ആയ 150 നമുക്ക് ബി പ്ലസ് എക്ക് പകരം എഴുതുന്നു. 150 ബൈ എ ബിയുടെ വാല്യൂ 45. ഇത് രണ്ടും 15-ൻ്റെ ഗുണിതങ്ങളാണ്. അപ്പോൾ അംശത്തിനെയും ഛേദത്തിനെയും 15 കൊണ്ട് ഹരിക്കാം. 150-നെ 15 കൊണ്ട് ഹരിച്ചാൽ 10. 45-ൽ 15 3 തവണ
അപ്പോൾ 3-10 എന്ന് ഉത്തരം കിട്ടും. ശരി ഉത്തരം ഓപ്ഷൻ ഡി.